ട്രിവാൻഡ്രത്തെ ന്യൂ ഇയർ ആയിട്ട് ഫ്ലവർ ഷോയും ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇതുവരെ കാണാൻ പോയിട്ടില്ല. അപ്പം ഞാനും പാർത്തനും അമ്മയും കൂടി ഇന്ന് ലൈറ്റ്സ് കാണാൻ പോവാണ്. ഞങ്ങളുടെ കൂടെ മോളും പാച്ചിയും ജമീലാൻ്റിയും മംഗളും ഒക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളൊരു ചായ കുടിക്കാനിരിക്കുകയാണ്. ചില കുഞ്ഞുങ്ങളില്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അവർക്ക് വിശപ്പ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ എൻ്റെതും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു ചായ കുടിക്കാണ്ടൊരു സമാധാനമില്ല. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തകർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കനകക്കുന്നിലേക്കാണ് കേട്ടോ. അവിടെയാണ് ശരിക്കും ലൈറ്റ്സും ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നത്. നമ്മൾ കനകക്കുന്നെത്തി. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ 2025 എന്ന് ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ലൈറ്റ്സ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. പോളാർ ബെയറിൻ്റെ ഷേപ്പിലും സ്നോമാൻ്റെ ഷേപ്പിലും ഒക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ്സൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് നിശാഗന്ധിയിലേക്കാണ്. സ്കൂൾ കലോത്സവം നടക്കുകയല്ലേ, അപ്പോൾ നിശാഗന്ധി ഒരു വെന്യൂ ആണ്. അവിടെ ഇന്ന് നടക്കുന്നത് പണിയ നൃത്തമാണ് കേട്ടോ. ഒരു ട്രൈബൽ ഡാൻസാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പാട്ടൊക്കെ കേട്ടത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ്. തിരിച്ചിറങ്ങുന്ന വഴിക്ക് ഞാനൊരു ഐറ്റം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം അങ്ങോട്ട് കയറുന്ന സമയത്ത് ഒരു ലൈറ്റ് എത്തുന്ന കണ്ണാടി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ഞാൻ അതിങ്ങനെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. കാരണം എനിക്ക് വേണ്ടുന്ന കളർ ബ്ലൂ ആയിരുന്നു. ബ്ലൂ ഇല്ല, വൈറ്റും റെഡും ഗ്രീനും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനിങ്ങനെ നോക്കി ആ ഐറ്റം തപ്പി വരികയായിരുന്നു. ഫൈനലി കിട്ടി മക്കളെ, കിട്ടി, ബോധിച്ചു. എനിക്ക് ലൈറ്റ് കത്തുന്ന കണ്ണാടി കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്കിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാഡാ.